കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് തരൂരിനെ തൊട്ട് കളിക്കേണ്ടെന്ന് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം. വെറുതെ വാവിട്ട് വായിൽ തോന്നിയത് പറഞ്ഞ് ഇടതുപക്ഷത്തിന്റെ കെണിയിൽ വീഴരുതെന്നും ഇവിടുത്തെ തലമുതിർന്ന നേതാക്കന്മാരോട് മുന്നറിയിപ്പുണ്ട്. പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM-നെതിരെ ഇട്ട നരഭോജി പോസ്റ്റും തരൂർ വലിച്ചതോടെ പരസ്യ പ്രതിഷേധവുമായി എത്തിയവരോടാണ് അനങ്ങണ്ട, അവിടെ നിൽക്കാൻ ദേശീയ നേതൃത്വം പറയുന്നത്. തരൂരിനെ ഇനിയും പിണക്കണ്ട എന്ന് മാത്രമല്ല ഹൈക്കമാൻഡ് കരുതുന്നത്. ഇവിടെ തരൂരിനെതിരെ നടന്ന പ്രതിഷേധം പോലും തലസ്ഥാന ജില്ലയിലെ മുതിർന്ന ചില നേതാക്കളുടെ ഒത്താശയോടെയാണെന്നും ഈ ലേഖന വിവാദം കത്തിച്ചത് മുതിർന്ന ചില നേതാക്കളാണെന്നും വിലയിരുത്തുക കൂടിയാണ് ദേശീയ നേതൃത്വം. അങ്ങനെ തരൂരിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്താൻ നിശ്ചയിച്ചിരുന്ന മാർച്ച് പോലും നടത്തരുതെന്ന് KPCCക്ക് നിർദ്ദേശവും നൽകേണ്ടി വന്നിരിക്കുന്നു. തരൂരിന് നല്ല ഉപദേശം നൽകിയെന്ന് അവകാശപ്പെട്ട സംസ്ഥാന നേതാക്കൾ വരെ തൽക്കാലം മിണ്ടാതിരുന്നോളൂ എന്ന് മുകളിൽ നിന്ന് ഉത്തരവ് വരുന്നതോടെ ലേഖന വിവാദം ഏതാണ്ട് അവസാനിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ പന്തിപ്പോഴും ശശി തരൂരിന്റെ കോർട്ടിലാണ്. ഇടത് സർക്കാരിന്റെ വ്യവസായ നിക്ഷേപ സംഗമം വരുന്നതിന് മുൻപേ കൊടുത്ത ഗുഡ് മാർക്കാണോ അതോ മോദിക്ക് കൊടുത്ത പ്രശംസയാണോ ഗോളാകുക എന്ന് ഇനി ഉറ്റുനോക്കാനുള്ളൂ. തരൂരിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം പാർട്ടിയിലെ സ്നോളി ഗോസ്റ്റർമാർ അതുവരെ വായടച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ആദ്യം കാണാം ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വി അരുണിന്റെ വിശകലനങ്ങൾക്ക് മുൻപ്. ലേഖന വിവാദത്തിന് പിന്നാലെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിച്ച് പകരം മറ്റൊരു ചിത്രമിട്ടതോടെയാണ് കോൺഗ്രസ് പോഷക സംഘടനകളും തരൂരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അതേസമയം KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ശശി തരൂരിനെതിരെ ഉയരുന്ന പ്രതിഷേധം ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായാണെന്നും ഹൈക്കമാൻഡിന് സംശയമുണ്ട്. തലസ്ഥാന ജില്ലയിലെ മുതിർന്ന ചില നേതാക്കളുടെ പിന്തുണയോടെയാണ് യുവജന സംഘടനകൾ തരൂരിനെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് സൂചന. ഇംഗ്ലീഷ് ദിനപത്രത്തിലെ വിവാദ ലേഖനത്തിനും പഠന റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടുള്ള അതിലെ പരാമർശങ്ങൾക്കും അമിത പ്രാധാന്യം നൽകി വിവാദങ്ങളുടെ ആക്കം കൂട്ടിയത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്ന വിലയിരുത്തലിലാണ് ദേശീയ നേതൃത്വം. തരൂരിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനുള്ള ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം ഇടതുപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുമെന്നും അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ നിരീക്ഷണം. ഈ പശ്ചാത്തലത്തിലാണ് പരസ്യ പ്രതികരണങ്ങൾ നടത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് നേതാക്കന്മാർ വിട്ടുനിൽക്കണമെന്ന ഹൈക്കമാൻഡിന്റെ മുന്നറിയിപ്പ്. ലേഖന വിവാദത്തിൽ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ഉറച്ചു നിൽക്കുമ്പോഴും ഈ നീക്കം ശശി തരൂരിനെ പ്രകോപിപ്പിച്ചേക്കുമെന്ന വിലയിരുത്തലും ദേശീയ നേതൃത്വത്തിനുണ്ട്. അതേസമയം തന്റെ പരാമർശങ്ങൾ വളച്ചൊടിച്ച് അനാവശ്യ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയതിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന നിലപാടിലാണ് ശശി തരൂർ. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വി അരുൺ വിശകലനങ്ങളുമായി ചേർന്നു. അരുൺ, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പോലും വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് KPCCക്ക് എത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം. മുരളീധരൻ തൊട്ട് VD സതീശൻ തൊട്ട് സുധാകരൻ അടക്കം നടത്തിയ പരസ്യ പ്രസ്താവനകളൊക്കെ തന്നെ ഇതൊരു സംഘടിതമായ ഒരു നീക്കമായിരുന്നു ശശി തരൂരിനെതിരെ എന്നൊരു നിലപാടിലേക്കും വിലയിരുത്തലിലേക്കും ഹൈക്കമാൻഡ് കടക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ തരൂരിനെ പിണക്കാൻ കഴിയുകയില്ല. പക്ഷെ തരൂർ മുന്നോട്ട് വെച്ച വിഷയം പ്രതിരോധിക്കുകയും വേണം. എന്ത് ടിപ്സാണ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് കൊടുക്കുന്നത്? സുധാകരൻ മാത്രമാണ് ശശി തരൂരിനെ ആദ്യഘട്ടത്തിൽ തള്ളിപ്പറയാതിരുന്ന നേതാവ്. അദ്ദേഹവും പക്ഷെ കഴിഞ്ഞ ദിവസം നിലപാട് മാറ്റി തരൂർ പറഞ്ഞത് ശരിയായില്ല നിലപാടിലേക്ക് സുധാകരനും എത്തിച്ചേർന്നു. ശശി തരൂരിനെ ഇനിയും പിണക്കുന്നത് ഗുണം ചെയ്യില്ല. മാത്രവുമല്ല CPM സർക്കാർ ഈ തരൂരിന്റെ പ്രസ്താവന വലിയ ഒരു അവസരമാക്കി ആയുധമാക്കി ഉപയോഗിച്ചു കഴിഞ്ഞു. അത് ഭാവിയിലും തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയുന്നു. അതിനൊപ്പമാണ് തരൂരിനെ അങ്ങനെ കുറ്റപ്പെടുത്തി ആക്രമിക്കുന്ന രീതി ശരിയാകില്ല എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം കൂടി വന്നത്. ശശി തരൂർ കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കളുമായും കേന്ദ്ര നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ആളുകളുമായും അത്ര നല്ല ബന്ധത്തിലല്ല ഉള്ളത്. എങ്കിലും അദ്ദേഹത്തെ പൂർണ്ണമായും പിണക്കുന്ന ശരിയല്ല, CPM-ന് ആയുധം കൊടുക്കുന്നതും ശരിയല്ല. ഈ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കമാൻഡ് ശശി തരൂർ വിധ നീക്കങ്ങൾക്ക് ഇപ്പോൾ ബ്രേക്ക് ഇടുന്നത്. ഇന്നലെ KSU ഒരു വിഭാഗം പ്രവർത്തകർ തരൂരിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിന് മുന്നിൽ അദ്ദേഹത്തിനെതിരായ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും ഒക്കെ രക്തസാക്ഷിത്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് തരൂരിനെ പരോക്ഷ വിമർശനം നടത്തിക്കൊണ്ട് പോസ്റ്റർ പതിക്കുകയും KSUവിന്റെ പതാക ആ ഓഫീസിന്റെ ഗേറ്റിൽ സ്ഥാപിക്കുകയും ചെയ്തു.
അതിന് തുടർച്ചയായിട്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് തരൂരിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. അതും തടയുകയാണ് ഇപ്പോൾ നേതൃത്വം. അങ്ങനെ തരൂരിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനോ കൂടുതൽ പ്രകോപിപ്പിക്കാനോ നിൽക്കണ്ട എന്ന കൃത്യമായ സന്ദേശമാണ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ നേതാക്കൾക്കും അവർ അപ്പോഴും അരുൺ, ഈ വ്യവസായ നയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നിക്ഷേപ സംഗമം വരാനിരിക്കുന്ന സമയത്തു കൂടിയാണ് ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ ഒരു ലേഖനം തരൂരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിഷയം തന്നെ ഉന്നയിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങളിലേക്ക് കിടക്കുക, തരൂരിനെ പറയാതെ സർക്കാരിന്റെ വ്യവസായ നയങ്ങളെ അക്കമിട്ട് പ്രതിരോധിക്കുക, ഇത് കോൺഗ്രസ് നേതാക്കൾ വരും ദിവസങ്ങളും ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഈ തരൂരിന്റെ പ്രസ്താവന തരൂർ എന്ത് ഉദ്ദേശത്തോടുകൂടി ചെയ്തതായാലും അത് തിരിച്ചടിയാതെ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിലാണ്. സംസ്ഥാനത്തെ വികസന മുരടിപ്പാണ്, സംസ്ഥാനത്ത് ഒന്നും നടക്കുന്നില്ല എന്ന പ്രചരണമാണ് പ്രധാനമായും പ്രതിപക്ഷം നടത്തുന്നത്. അത് ചോദ്യം ചെയ്യുന്ന നിലപാടാണ് തരൂരിന്റെ ഭാഗത്തുണ്ടായത്. എന്താണോ സംസ്ഥാനത്തെ പിണറായി സർക്കാരിന്റെ ഏറ്റവും നേട്ടങ്ങളിലൊന്ന് ചൂണ്ടിക്കാണിക്കുന്നത് മാറുന്ന വികസന സംസ്കാരമാണ്, വികസന നയമാണ്. സംസ്ഥാനം രാജ്യത്ത് തന്നെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നുവെന്ന് കേരള സർക്കാർ പറയുമ്പോൾ, വ്യവസായ വകുപ്പ് പറയുമ്പോൾ അതിനെ ചേർത്ത് നിർത്തുകയാണ് തരൂറും ചെയ്ത്. അതാണ് പ്രതിപക്ഷത്തിന് തിരിച്ചടിയായത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ അവർ അതിനെ പ്രതിരോധിക്കാൻ കാരണം. തരൂറിനും CPM-നോടുള്ള മമതയോ പ്രതിപത്തിയോ ഒന്നുമല്ല അദ്ദേഹവും ഈ നിലപാടെടുക്കാൻ കാരണം. അദ്ദേഹം സംസ്ഥാന വ്യാവസായിക നയത്തെ അത്രയധികം ശ്ലാഘിക്കാൻ കാരണം കോൺഗ്രസിനോടുള്ള എതിർപ്പ് കൊണ്ടാണ്. കോൺഗ്രസ് തന്നെ അവഗണിക്കുന്നുവെന്ന വലിയ പരാതി ശശി തരൂരിനുണ്ട്. അത് ദേശീയ നേതൃത്വം അവിടെ അദ്ദേഹത്തിന് സ്പേസ് നൽകുന്നില്ല. കേരളത്തിലും അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഇടമുണ്ടാകുന്നില്ല. അതാണ് തരൂറിന്റെ പരാതി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ തരൂർ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടായിരുന്നു. അത്ര നീക്കം അദ്ദേഹം നടത്തിയിരുന്നു. അതിനെ സംസ്ഥാനത്തെ നേതാക്കൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വെട്ടിനിരത്തുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ അതൃപ്തിയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം നിലപാടിലേക്ക് ഇപ്പോൾ പോയത്. പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഹൈക്കമാൻഡ് ആ തരത്തിലുള്ള ഒരു നോ റെസ്ട്രിക്ഷൻ കൊടുക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം യുവജന സംഘടനകളോടും പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ കഴിയും, അങ്ങനെ കോൺഗ്രസ് കരുതുന്നുണ്ടോ? കാരണം ഈ തരത്തിൽ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപേ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി, സംസ്ഥാനത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി ഈ ലേഖന വിവാദം എന്ന് കരുതുമ്പോൾ ഈ അണികൾക്കിടയിലേക്ക്, യുവജന സംഘടനകൾക്കിടയിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ KPCC അംഗങ്ങൾക്കും നേതാക്കന്മാർക്കും സംസ്ഥാന കോൺഗ്രസ് നേതാക്കന്മാർക്കും ഒക്കെ ഉണ്ടോ? ഈ യുവജന വിദ്യാർത്ഥി സംഘടനകൾ തരൂരിനെതിരെ രംഗത്ത് വന്നത് തീർത്തും ഒറ്റപ്പെട്ട സംഭവമോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു കൃപേഷിനെ ശരത്ലാലിനെ പോലുള്ള അവരുടെ രക്തസാക്ഷികൾക്കെതിരെ ഉയർന്ന ഒരു അവർക്കെതിരെ തരൂറിന്റെ അല്ലെങ്കിൽ അവരെ അപമാനിച്ച തരത്തിലുള്ള പോസ്റ്റ് കൊണ്ട് മാത്രമല്ല, കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. തരൂറിനെതിരെ തലസ്ഥാനത്തെ ചില പ്രധാന നേതാക്കൾ തന്നെ രംഗത്ത് വരുന്നുണ്ട്. അവർ തന്നെ ഇത്തരം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുവെന്ന നിഗമനമാണ് ദേശീയ നേതൃത്വ ഹൈക്കമാൻഡ് അടക്കം ഉള്ളത്. അതുകൊണ്ടാണ് അവർ അതിനൊരു സ്റ്റോപ്പ് ഇട്ടത്. അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് നേതൃത്വം പറയുമ്പോൾ യൂത്ത് കോൺഗ്രസും ഈ ഒരു പരസ്യ പ്രതിഷേധത്തിന് പിന്മാറുന്നത്. അങ്ങനെ തരൂരിനെ യൂത്ത് കോൺഗ്രസിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, നേതൃത്വങ്ങൾ ഒരു വിഭാഗം നേതാക്കളെ ആഗ്രഹിച്ച പ്രകാരമാണ് തരൂരിനെതിരെ ഇന്നലെ KSUവിന്റെ പോസ്റ്ററും ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ പ്രകടനമൊക്കെ ആസൂത്രണം ചെയ്തത്. പക്ഷെ ഇനി അതുമായി മുന്നോട്ട് പോകേണ്ടത് കർശന നിർദ്ദേശമാണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. VV അരുൺ വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നടത്തിയ തരൂരിനെതിരെ നടത്തിയ പ്രതിഷേധ പ്രകടനം പോലും ചില നേതാക്കന്മാരുടെ താല്പര്യത്തിന്റെ പുറത്തായിരുന്നു എന്നുള്ള ഒരു നിലപാടിലേക്ക് കൂടി ഹൈക്കമാൻഡ് എത്തുമ്പോൾ അതിനുശേഷമാണ് തരൂരിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്താറുന്ന മാർച്ച് പോലും വിലക്കിക്കൊണ്ട് KPCC നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശശി തരൂരിനെ പിണക്കണ്ട, തൽക്കാലം അനങ്ങണ്ട എന്നുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. ലേഖന വിവാദവും പതിയെ കെട്ടടങ്ങുന്ന രീതിയിലേക്ക് അപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പ്രതിരോധിക്കാനായിരിക്കും ശ്രമിക്കുക. ഇടത് സർക്കാരിന്റെ വ്യവസായ നയങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഇനിയും വരും ദിവസങ്ങളിലും വന്നേക്കും.